എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ബ്ലഡിന്റെ pH നോർമലി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ നോർമൽ വാല്യൂ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതായത് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താനും അല്ലെങ്കിൽ മരണത്തിലോട്ട് കൊണ്ടെത്തിക്കാനും വരെ കഴിവുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ ബ്ലഡ് pH എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ എന്തിനാണ് അല്ലെങ്കിൽ എന്ത് ഫാക്ടേഴ്സ് ആണ് ഈ pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മൾ സ്കൂൾ ക്ലാസ്സുകളും മുതൽ പഠിക്കുന്നുണ്ട്. pH നോർമലി വാട്ടറിൻ്റെ pH എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, ദാറ്റ് ഈസ് 7 എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. അവിടെ വാട്ടർ എന്ന് പറയുന്നത് നോർമൽ വാട്ടർ എന്ന് പറയുന്നത് അത് 7 ആണെന്നും അസിഡിക് അല്ലെന്നും ആൽക്കലൈൻ അല്ലെന്നും പഠിക്കുന്നു. 7നേക്കാൾ കൂടുതലുള്ള pH ആണെങ്കിൽ, 7നേക്കാൾ കൂടി വരുന്ന വാല്യൂ ആണെങ്കിൽ ആ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് ആൽക്കലൈൻ ആണെന്നും ആൽക്കലിനിറ്റി ഉണ്ടെന്നും 7നേക്കാൾ കുറഞ്ഞ pH ഉള്ള സൊല്യൂഷൻസ് അസിഡിക് ആണെന്നും അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടെന്നുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ പറയുന്നുണ്ട് ബ്ലഡിൻ്റെ pH ദാറ്റ് ഈസ് 7.35 to 7.45 ആണ്. ദാറ്റ് മീൻസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽസുകൾക്കുള്ളിൽ ഒഴുകുന്ന ബ്ലഡിൻ്റെ നോർമൽ pH 7.35നും 7.45നും ഇടയിലായിരിക്കണം. അല്ല എങ്കിൽ അതിൽ നിന്നും ഈവൻ ഒരു സ്ലൈറ്റ് വേരിയേഷൻ പോലും നമുക്ക് അപകടകരമാണ് എന്ന് പഠിക്കാറുണ്ട്. എങ്കിൽ ആരാണ് ഈ ഒരു ബ്ലഡിൻ്റെ pH തീരുമാനിക്കുന്നത്? നമ്മുടെ ബ്ലഡിലുള്ള ചില ഗ്യാസസ് ആണ്. ദാറ്റ് മീൻസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, ഓക്സിജൻ്റെ അളവ്, പിന്നെ നമ്മുടെ ബ്ലഡിലുള്ള ബൈകാർബണേറ്റിൻ്റെ അളവ്, പ്രധാനമായിട്ട് ഇത് മൂന്നും ആണ്. എങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന എല്ലാ ബ്ലഡിലും ഒരുപോലെയാണോ ഇതിൻ്റെ അളവ്? അല്ല. ആർട്ടറിയിൽ ഒഴുകുന്ന ബ്ലഡ് എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള ബ്ലഡാണ്. അവിടെ ഓക്സിജന്റെ അളവ് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതലാണ്. എന്നാൽ വെയിനുകളിൽ ഒഴുകുന്ന ബ്ലഡ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും, ഓക്സിജന്റെ അളവ് താരതമ്യേന കുറവുമായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ബ്ലഡാണ് ഇവിടെ അനാലിസിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ pH നോക്കാൻ എടുക്കുന്നത്? ദാറ്റ് ഈസ് ആർട്ടീരിയൽ ബ്ലഡ്. നമ്മുടെ ശരീരത്തിലുള്ള ആർട്ടറിയിലൂടെ ഒഴുകുന്ന ബ്ലഡ് എടുത്ത് നമ്മൾ ഗ്യാസ് അനാലിസിസ് ചെയ്താലാണ് നമുക്ക് pH തിരിച്ചറിയാൻ പറ്റുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ABG അനാലിസിസ് ചെയ്യുന്നത്. എന്താണ് ABG അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ABG എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ കുട്ടികളെല്ലാം പറയുന്നത് ABG നമ്മൾ എത്ര പഠിച്ചാലും കൺഫ്യൂസിങ് ആണ്, കിട്ടാറേ ഇല്ല. ഫുള്ളി കോമ്പൻസേറ്റഡ് ആണോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ, അൺകോമ്പൻസേറ്റഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് ആൽക്കലോസിസ് ആണോ അല്ലെങ്കിൽ അസിഡോസിസ് ആണോ, ഇത് റെസ്പിറേറ്ററി ആണോ, മെറ്റബോളിക് ആണോ എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എത്ര തന്നെ പഠിച്ചാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നു എന്നൊരു കംപ്ലൈൻറ്റ് എപ്പോഴും കുട്ടികൾ പറയാറുണ്ട്. ആ ഒരു പ്രശ്നം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി പരിഹരിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെ ഒരു ABG വാല്യൂ കണ്ടു കഴിഞ്ഞാൽ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നോക്കൂ, ആസിഡ് ബേസ് ഇംബാലൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നേ തന്നെ വീഡിയോയിലൊക്കെ ആയിട്ട് ഫ്രീ ക്ലാസ്സസിലും അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ കണ്ടൻസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ഒരു ടോപ്പിക്കാണ് ആസിഡ് ബേസ് ബാലൻസ് എന്താണ്, ആസിഡ് ബേസ് ഇംബാലൻസ് എന്താണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ അപ്പോൾ അത്രത്തോളം എക്സ്പ്ലനേഷൻ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. സിമ്പിളായിട്ട് അതിന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടതിലൊന്നും പോകാതെ ഒരു ABG കണ്ടാലോ അല്ലെങ്കിൽ ഒരു ABG അനാലിസിസ് ഒരു റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് അസിഡോസിസ് ആണോ, ആൽക്കലോസിസ് ആണോ, റെസ്പിറേറ്ററി ആണോ, മെറ്റബോളിക് ആണോ, അതോ കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, ഫുള്ളി കോമ്പൻസേഷൻ കഴിഞ്ഞോ, ഇത്രയും മാത്രം തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ബ്ലഡിൻ്റെ ആസിഡും ബേസും ബാലൻസ് ചെയ്യുന്നത് ബഫർ സിസ്റ്റം വഴിയും പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വഴിയും റീനൽ മെക്കാനിസം വഴിയുമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ബ്ലഡിൽ ഒരു ബഫർ സിസ്റ്റം ഉണ്ട്, അതുകൂടാതെ നമ്മൾ റെസ്പിറേഷൻ ബ്രീത്ത് ചെയ്യുന്നത് വഴിയും ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബ്ലഡിൽ ബൈകാർബണേറ്റിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇത് ആരാണ് ചെയ്യുന്നത്? നമ്മുടെ കിഡ്നിയാണ്.
അല്ലെങ്കിൽ റീനൽ സിസ്റ്റമാണ്. സോ മെയിനായിട്ട് നമ്മളിവിടെ അറിയേണ്ടത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും റീനൽ സിസ്റ്റത്തിനെയും കുറിച്ചാണ്. എപ്പോഴാണോ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി വരുന്നത് അപ്പോൾ ഉടനെ ആര് സഹായിക്കും? റീനൽ സിസ്റ്റം സഹായിക്കും. എപ്പോഴാണോ റീനൽ സിസ്റ്റത്തിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നത് നേരെ തിരിച്ച് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം നമുക്കവിടെ കോമ്പൻസേറ്റ് ചെയ്യും. പ്രധാനമായിട്ട് 4 അബ്നോർമാലിറ്റീസ്, 4 ആസിഡ് ബേസ് ഇംബാലൻസുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി ആൽക്കലോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, മെറ്റബോളിക് അസിഡോസിസ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇഫ് the acidosis or alkalosis of blood happen due to abnormalities or abnormal mechanism of respiratory system, it will result respiratory alkalosis or else respiratory acidosis. എപ്പോഴാണോ അല്ലെങ്കിൽ ആരിലാണോ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെക്കാനിസം പ്രോപ്പറായിട്ട് നടക്കാതെ അവരിൽ ആൽക്കലോസിസോ അല്ലെങ്കിൽ അസിഡോസിസോ രണ്ടും ഒരാൾക്കുണ്ടാകത്തില്ല. ഏതെങ്കിലും ഒന്ന് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടാകാം അല്ലെങ്കിൽ റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പേര് റെസ്പിറേറ്ററി എന്ന് പറയുന്നു. എന്നാൽ ഒരു വ്യക്തിയിൽ ബ്ലഡിന്റെ ആൽക്കലോസിസ് അല്ലെങ്കിൽ അസിഡോസിസ് ഉണ്ടാകുന്നതിന് കാരണം മെറ്റബോളിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിക്കൽ അബ്നോർമൽ മെക്കാനിസം അല്ലെങ്കിൽ റീനൽ അബ്നോർമൽ മെക്കാനിസം ആണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ആൽക്കലോസിസും അസിഡോസിസിനെ നമ്മൾ എന്ത് പറയുന്നു? മെറ്റബോളിക് ആൽക്കലോസിസ് അല്ലെങ്കിൽ മെറ്റബോളിക് അസിഡോസിസ് എന്ന് പറയുന്നു. Now you understood why we called respiratory or why we called metabolic for acid base imbalance. അടുത്ത് ഇതിന്റെ ഒരു ABG റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് നോക്കണമെങ്കിൽ ഒരു പേപ്പറിൽ വരുന്ന പ്രിന്റ് ചെയ്ത് വരുന്ന കാര്യം നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ബേസിക് ആയിട്ട് എന്തൊക്കെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. വേറൊന്നും തലയിൽ കയറ്റണ്ട, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. 4 അബ്നോർമാലിറ്റീസ്: റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, മെറ്റബോളിക് അസിഡോസിസ്. 4 അബ്നോർമാലിറ്റീസ്. ഇനി നമുക്ക് ആദ്യം അറിയേണ്ടത് ഇതിൽ ഏതാണ് പേഷ്യന്റിനുള്ള പ്രോബ്ലം എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ABGയിൽ നമുക്ക് ബേസിക് ആയിട്ടിരിക്കേണ്ട അറിവ് ഇത്രയും കണ്ടന്റ്, ഈ ഒരു സ്ലൈഡിൽ ഞാൻ കാണിക്കുന്ന ഇത്രയും കണ്ടന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ABG അനലൈസ് ചെയ്യാം. എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? 3 വാല്യൂസ്, 3 നോർമൽ വാല്യൂസ് അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ നോർമൽ ബ്ലഡിന്റെ pH എത്രയാണ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് 7.35 to 7.45. ബ്ലഡിൽ PaCO2 അല്ലെങ്കിൽ PCO2 എന്ന് പറയും. PaCO2 അല്ലെങ്കിൽ PCO2 എത്രയാണ്? നോർമലി ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 35 to 45 mmHg. 35നും 45നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കണം. ദെൻ ഇറ്റ് ഈസ് നോർമൽ. എന്നാൽ ബ്ലഡിൽ ബൈകാർബണേറ്റിന്റെ നോർമൽ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് in between 22 to 26 milli equivalent per liter. ഈ 3 വാല്യൂസ് നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ വരുന്ന അബ്നോർമാലിറ്റീസിന് അനുസൃതമായിട്ടാണ് നമ്മൾ ആൽക്കലോസിസ് ആണോ അസിഡോസിസ് ആണോ മെറ്റബോളിക് ആണോ റെസ്പിറേറ്ററി ആണോ എന്ന് തീരുമാനിക്കുന്നത്. Now itself you just study pH is 7.35 to 7.45, PaCO2 is 35 to 45 mmHg, bicarbonate is 22 to 26 milli equivalent per liter. ഇതിൽ അടുത്തറിയേണ്ടത് ഈ pHൽ എങ്ങനെയാണ് ആൽക്കലോസിസും അസിഡോസിസും ഉണ്ടാകുന്നത്? ഓൾറെഡി ഞാൻ പറഞ്ഞു, വെള്ളത്തിന്റെ pH, വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. അതാണ് നോർമൽ. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 7 ഇറ്റ് ഈസ് ആൽക്കലൈൻ. ഓക്കെ, ഹിയർ blood normal pH itself it is 7.35 to 7.45, that means slightly alkaline ആണ്. ഇതിനേക്കാൾ ബ്ലഡിന്റെ pH കൂടിയാൽ 7.45നേക്കാൾ ബ്ലഡിന്റെ pH കൂടി വന്നാൽ അതിനെ നമ്മൾ എന്തു പറയുന്നു? ആൽക്കലോസിസ് എന്ന് പറയുന്നു. ബ്ലഡിന്റെ pH ഈ നോർമൽ വാല്യൂവിൽ നിന്നും കൂടുകയാണെങ്കിൽ നമ്മളവിടെ റെസ്പിറേറ്ററി എന്നോ മെറ്റബോളിക് എന്നോ എന്ന് തരംതിരിക്കുന്നില്ല. ആദ്യം ഏത് pH നമ്മൾ അല്ലെ ഏത് ABGയുടെ റിപ്പോർട്ട് കണ്ടാലും ആദ്യം നമ്മൾ നോക്കുന്നത് pH ആണ്. വെദർ pH is normal or abnormal. If it is more than 7.45 then it is known as alkalosis. Suppose if it is less than 7.35, 7.35നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്തു പറയും? അതിനെ
അസിഡോസിസ് എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ആദ്യം pH നോക്കിയപ്പോൾ ഇതിൽ ആൽക്കലോസിസ് ആണോ അസിഡോസിസ് ആണോ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആൽക്കലോസിസ് ആകട്ടെ അല്ലെങ്കിൽ അസിഡോസിസ് ആകട്ടെ എന്ത് തന്നെയായാലും അതുണ്ടാകാൻ കാരണം റെസ്പിറേറ്ററി അബ്നോർമാലിറ്റി ആണോ മെറ്റബോളിക് അബ്നോർമാലിറ്റി ആണോ എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ഏതിലോട്ട് പോകും? ഫസ്റ്റ് നമുക്ക് റെസ്പിറേറ്ററി നോക്കാം. അതായത് PaCO2. നമ്മൾ ഈ ഒരു വാല്യൂ നോക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. PaCO2 അല്ലെങ്കിൽ PaCO2 അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് അസിഡിക് ആണ്. അത് കൂടുന്തോറും അസിഡിറ്റി കൂടും. അപ്പൊ അസിഡിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കുറഞ്ഞാലോ ആൽക്കലൈൻ ആയിട്ട് മാറും അല്ലെ. ഇത് അസിഡിക് ആണ് അല്ലെങ്കിൽ ആസിഡ് ആണ്. ഇത് കൂടുമ്പോൾ അസിഡിറ്റി കൂടും, ഇത് കുറയുമ്പോൾ അസിഡിറ്റി കുറഞ്ഞ് ആൽക്കലൈനായി മാറുകയും ചെയ്യും. എന്നാൽ അടുത്ത് മെറ്റബോളിക്കിന് നമ്മൾ നോക്കുന്നത് ബൈകാർബണേറ്റ് ആണ്. ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്, ആൽക്കലൈൻ ആണ്. സോ ബൈകാർബണേറ്റ് കൂടിയാൽ ആൽക്കലിനിറ്റി കൂടും, അത് കുറഞ്ഞാൽ ആൽക്കലിനിറ്റി കുറഞ്ഞ് അസിഡിറ്റിയിലോട്ട് വരും. ഈ 2 പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. 3 കാര്യങ്ങൾ, 3 നോർമൽ വാല്യൂസ്: pH 7.35 to 7.45, PaCO2 35 to 45 mmHg, bicarbonate 22 to 26 milliequivalent per liter. pH 7.45 കൂടിയാൽ ആൽക്കലോസിസും 7.35 കുറഞ്ഞാൽ അസിഡോസിസും. ഇനി നമുക്ക് ആദ്യം നമ്മൾ കൺഫേം ചെയ്യാൻ പോകുന്നത് ഈ ഒരു അബ്നോർമൽ അസിഡോസിസോ ആൽക്കലോസിസോ അതുണ്ടായതിന് കാരണം റെസ്പിറേറ്ററി റീസൺ ആണോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് നമ്മൾ PaCO2 വാല്യൂ നോക്കുന്നു. ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 35 to 45 mg, then it is normal. ഇനി PaCO2 ലെവൽ 35 കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് റെസ്പിറേറ്ററി ആൽക്കലോസിസിന് കാരണമായി. അപ്പൊ ഇത് സപ്പോസ് ഇവിടെ ആൽക്കലോസിസ് pH കൂടി നിൽക്കുകയാണ്, 7.5 എന്നോ 7.6 എന്നോ ആണെന്ന് വെച്ചോ pH വാല്യൂ, അതായത് ആൽക്കലോസിസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ ആൽക്കലോസിസിന് കാരണം റെസ്പിറേറ്ററി റീസൺ ആണോ എന്നറിയണം. അപ്പൊ റെസ്പിറേറ്ററിയിൽ നമ്മൾ നോക്കുന്നത് PaCO2 ആണ്. PaCO2 കൂടിയാൽ അസിഡോസിസ് ആണ് ഉണ്ടാകേണ്ടത്, കുറഞ്ഞാൽ ആൽക്കലോസിസ് ആണ്. സപ്പോസ് നമ്മൾ ഇവിടെ വാല്യൂ നോക്കുമ്പോൾ PaCO2 കുറവാണെങ്കിൽ നമുക്ക് അവിടെ ഉറപ്പിക്കാം, യെസ്, ദിസ് ആൽക്കലോസിസ് ബിക്കോസ് ഓഫ് റെസ്പിറേറ്ററി റീസൺ. Here PaCO2 is less than normal level, less than 35. So this alkalosis occurred due to respiratory reason എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് തന്നെ ഉടനെ തന്നെ നമ്മൾ മെറ്റബോളിക്കും കൂടെ നോക്കുക, അതായത് ബൈകാർബണേറ്റും കൂടെ നോക്കുക. ബൈകാർബണേറ്റ് ഡെഫിനറ്റ്ലി അവിടെ നോർമൽ ആയിരിക്കും. കാരണം ഈ ഒരു ആൽക്കലോസിസ് ഉണ്ടാകാൻ കാരണം PaCO2 കുറഞ്ഞതാണ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. ഇനി സപ്പോസ് നേരെ ഓപ്പോസിറ്റ് നമ്മൾ pH നോക്കിയപ്പോൾ pH 7.35 കുറവായിരുന്നു, അതായത് അസിഡോസിസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് അടുത്ത് റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. റെസ്പിറേറ്ററി അസിഡോസിസ് ആകണമെങ്കിൽ എന്തായിരിക്കണം? ഈ PaCO2 45 കൂടി നിൽക്കണം. കൂടി നിൽക്കുന്നുവെങ്കിൽ യെസ്, അവിടെ നമുക്ക് ഉറപ്പിക്കാം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി റീസൺ, റെസ്പിറേറ്ററി ഡിസീസസ്. ഈ pH ഇവിടെ അല്ലെങ്കിൽ കുറയാൻ കാരണം, അസിഡോസിസ് ഉണ്ടാകാൻ കാരണം PaCO2 ഇവിടെ കൂടിയത് ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ ആൽക്കലോസിസ് ആണെന്ന് ആദ്യം നോക്കിയപ്പോൾ ആൽക്കലോസിസ് ആണെന്ന് മനസ്സിലായി, അതായത് pH കൂടി നിൽക്കുകയാണെന്ന് മനസ്സിലായി. എന്നിട്ട് നമ്മൾ റെസ്പിറേറ്ററി നോക്കിയപ്പോൾ PaCO2 നോർമൽ ആണ്, അത് കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടുമില്ല. കുറഞ്ഞിരുന്നെങ്കിൽ ആൽക്കലോസിസിന് കാരണം നമുക്ക് റെസ്പിറേറ്ററി എന്ന് പറയായിരുന്നു. പക്ഷേ ഇവിടെ കുറഞ്ഞിട്ടില്ല, അത് നോർമലാണ്. എങ്കിൽ നമ്മൾ അടുത്ത ഏതിലോട്ട് നോക്കും? ഈ ആൽക്കലോസിസ് ഉണ്ടാകാൻ കാരണം റെസ്പിറേറ്ററി അല്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ അടുത്ത് മെറ്റബോളിക്കിലോട്ട് പോകും. മെറ്റബോളിക്കിൽ എന്താ നോക്കുന്നത്? ബൈകാർബണേറ്റ് ആണ്. ഈ ആൽക്കലോസിസിന് കാരണം എന്തായിരിക്കുമെങ്കിൽ ബൈകാർബണേറ്റ് കൂടിയതായിരിക്കും. കാരണം ബൈകാർബണേറ്റ് എന്ന് പറയുന്ന ഒരു ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്. ഇത് കൂടുന്നത് കൊണ്ടാണ് ഈ pH അവിടെ കൂടിയിട്ട് ആൽക്കലോസിസ് ഡെവലപ്പ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? ഇനി അതല്ല, നമ്മൾ ഈ ഒരു pH ചെക്ക് ചെയ്തപ്പോൾ അസിഡോസിസ് ആയിരുന്നു, പക്ഷെ റെസ്പിറേറ്ററി നോക്കിയപ്പം PaCO2 ഒന്നും കൂടിയിട്ടൊന്നുമില്ല, റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ എന്ത് നോക്കും? മെറ്റബോളിക് നോക്കും, ബൈകാർബണേറ്റ് നോക്കും. ഡെഫിനറ്റ്ലി അവിടെ എന്തായിരിക്കും? മെറ്റബോളിക് ബൈകാർബണേറ്റ് കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഈ ആൽക്കലൈൻ സബ്സ്റ്റൻസ് അവിടെ കുറഞ്ഞു പോയത് കൊണ്ടാണ്
അസിഡോസിസ് ഉണ്ടായത്. സോ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് മെറ്റബോളിക് അസിഡോസിസ്. കുറച്ചൊന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ ഇല്ല എങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് ബാക്കിലോട്ട് എടുക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ചുരുക്കി പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. ഒരു ABG അനാലിസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ നോർമൽ വാല്യൂസ് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് 3 വാല്യൂസ് ആണ് അറിയേണ്ടത്. pH, ബ്ലഡിന്റെ pH 7.35 to 7.45 എന്നും, റെസ്പിറേറ്ററി PaCO2 35 to 45 mmHg എന്നും, PaCO2 എന്ന് പറയുന്ന ഒരു അസിഡിക് ആണെന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ബൈകാർബണേറ്റ് മെറ്റബോളിക് അബ്നോർമാലിറ്റി ആണോ എന്നറിയാൻ ബൈകാർബണേറ്റ് നോർമൽ വാല്യൂ 22 to 26 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ ആണെന്നും പഠിച്ചു വെക്കുക. ഈ 3 വാല്യൂസ് നമ്മൾ പഠിക്കുന്നു. ഇനിയാണ് നമ്മൾ ABG അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് യു ഗോ ഫോർ ചെക്കിംഗ് pH. ആദ്യത്തെ സ്റ്റെപ്പ് pH ചെക്ക് ചെയ്യുന്നു. pH ചെക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആൽക്കലോസിസ് ആണോ അസിഡോസിസ് ആണോ എന്ന് ഉറപ്പിക്കാം. ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 7.35 to 7.45 then it is normal value. There is no alkalosis, no acidosis. If it is higher than 7.45 then it is alkalosis. If it suppose it is less than 7.35 then it is acidosis. Next we should go for the reason why this alkalosis or acidosis happened, whether this is because of respiratory problem or else metabolic problem. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ആദ്യം നമ്മൾ ആൽക്കലോസിസ് ആണോ അസിഡോസിസ് ആണെന്ന് കൺഫേം ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് റെസ്പിറേറ്ററി ആണോ ആൽക്കലോസിസ് ആണോ എന്നുള്ളതാണ്. അതിന് നമ്മൾ ആദ്യം റെസ്പിറേറ്ററി ആണോ എന്നറിയാൻ ചെക്ക് ചെയ്യുന്നു. സപ്പോസ് ഇവിടെ നമ്മൾ നോക്കിയ ABG ആൽക്കലോസിസ് ആണ് ഉള്ളതെങ്കിൽ റെസ്പിറേറ്ററി റീസൺ ആണെങ്കിൽ എന്തായിരിക്കണം നമ്മൾ അവിടെ പ്രതീക്ഷിക്കേണ്ടത്? ആൽക്കലോസിസ് ഉണ്ടാകണമെങ്കിൽ റെസ്പിറേറ്ററി ഇഷ്യൂസ് കാരണം ആൽക്കലോസിസ് ഉണ്ടാകണമെങ്കിൽ PaCO2 ലെവല് കുറയണം. കുറവാണോ എന്ന് നോക്കുക. നോർമലിനേക്കാൾ കുറവാണോ എന്ന് നമ്മൾ നോക്കി. അത് ആണെങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ്, അതല്ല എങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് അല്ല എങ്കിൽ, സപ്പോസ് അവിടെ റെസ്പിറേറ്ററി ആൽക്കലോസിസ് അല്ല എങ്കിൽ, അതായത് PaCO2 നോർമൽ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഏതിൽ നോക്കും? ബൈകാർബണേറ്റ് നോക്കും. ബൈകാർബണേറ്റ് എന്തായിരിക്കണം? ആൽക്കലോസിസ് ആണെങ്കിൽ അവിടെ കൂടി നിൽക്കണം. കാരണം ബൈകാർബണേറ്റ് ആൽക്കലൈൻ ആണ്. ആൽക്കലോസിസ് ഉണ്ടാകണമെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൂടിയതായിരിക്കണം. അതിലൂടെ നമ്മൾ അവിടെ കൺഫേം ചെയ്യും. റെസ്പിറേറ്ററി അസിഡോസിസ് ആണോ അല്ലയോ, മെറ്റബോളിക് ആൽക്കലോസിസ് ആണോ അല്ലയോ, ഇതേതാണെന്നുള്ള കൺഫേം ചെയ്യും. സപ്പോസ് നമ്മൾ ABG നോക്കിയപ്പോൾ അവിടെ അസിഡോസിസ് ആണ്, pH അവിടെ കുറവാണെങ്കിൽ നമുക്ക് അടുത്ത് റെസ്പിറേറ്ററി നോക്കണം. അസിഡോസിസ് ഉണ്ടാകാൻ കാരണം റെസ്പിറേറ്ററി ആണെങ്കിൽ അവിടെ എന്ത് വേരിയേഷൻ ആയിരിക്കും ഉണ്ടാകുക? PaCO2 കൂടും. കാരണം അസിഡോസിസ് അസിഡിറ്റി ആണ് അവിടെ കൂടി നിൽക്കുന്നത്. PaCO2 അസിഡിക് ആണ്. അത് കൂടിയാലാണ് അസിഡോസിസ് ഉണ്ടാകുന്നത്. ഇനി അതല്ല, നമ്മുടെ റെസ്പിറേറ്ററി PaCO2 ഇവിടെ നോർമൽ ആണെങ്കിൽ ഈ അസിഡോസിസിന് കാരണം അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കുന്ന മെറ്റബോളിക് ആണ്, അതായത് ബൈകാർബണേറ്റ്. ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കുറഞ്ഞാലും അസിഡോസിസ് ഉണ്ടാകും. അതായത് ബൈകാർബണേറ്റ് നോർമലിനേക്കാൾ കുറഞ്ഞാലും അസിഡോസിസ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ABG അവിടെ അനാലിസിസ് ചെയ്യും. ദിസ് ഇസ് ദ വേ ഹൗ യു ഹാവ് ടു അനാലിസിസ് ABG. അണ്ടർസ്റ്റുഡ്? ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾക്കൊരു ഷോർട്ട് ഫോമിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് റെസ്പിറേറ്ററി മീൻസ് ഓപ്പോസിറ്റ്, മെറ്റബോളിക് മീൻസ് ഈക്വൽ. അതായത് pH കുറഞ്ഞു നിൽക്കുന്നു, അസിഡോസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ റെസ്പിറേറ്ററി ഇഷ്യൂ ആണെങ്കിൽ അതേപോലെ pH കുറഞ്ഞതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ആയിട്ട്, ജസ്റ്റ് ഓപ്പോസിറ്റ്, RO, റെസ്പിറേറ്ററി ഓപ്പോസിറ്റ്. pH കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു എങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി അസിഡോസിസ് ആണെന്ന് പറയാം. അതായത് റെസ്പിറേറ്ററിയിൽ എപ്പോഴും pHന്റെ വേരിയേഷൻ എങ്ങനെയാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേരിയേഷൻ ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡിന് ഉണ്ടാകുന്നത്. pH കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, റെസ്പിറേറ്ററി അസിഡോസിസ്. pH കൂടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നു, ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. RO, റോം എന്ന് തന്നെ ഓർക്കുക. റെസ്പിറേറ്ററി ഓപ്പോസിറ്റ്, അതായത് pH കുറയുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു, pH കൂടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നു. pHനനുസരിച്ച് നമുക്കറിയാം pH കുറഞ്ഞാൽ അസിഡോസിസും pH കൂടിയാൽ ആൽക്കലോസിസും. ഇനി മെറ്റബോളിക് ആണെങ്കിലോ മെറ്റബോളിക് ഈക്വൽ, ME, മെറ്റബോളിക് ഈക്വൽ, അതായത്
pH കുറഞ്ഞ അസിഡോസിസ് ഉണ്ടായെങ്കിൽ മെറ്റബോളിക് ആണെങ്കിൽ ബൈകാർബണേറ്റും അവിടെ കുറയുകയായിരിക്കും. സെയിം ഡയറക്ഷൻ. pH കുറയുന്നു, ബൈകാർബണേറ്റ് കുറയുന്നു, മെറ്റബോളിക് അസിഡോസിസ്. pH കൂടുന്നു, ബൈകാർബണേറ്റ് കൂടുന്നു, മെറ്റബോളിക് ആൽക്കലോസിസ്. Now you know how to identify all 4 acid base imbalances. Respiratory acidosis ആണോ, respiratory alkalosis ആണോ, മെറ്റബോളിക് അസിഡോസിസ് ആണോ, മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. എന്നാൽ ഇവിടെ കഴിയുന്നുണ്ടോ? ഇല്ല. നോർമലി നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാലും ഒരു പരിധി വരെ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. സപ്പോസ് ബ്ലഡിന്റെ pH ഒരു ഇംബാലൻസ്, ആൽക്കലോസിസോ അസിഡോസിസോ റെസ്പിറേറ്ററി ഡിസീസ് കാരണം ഉണ്ടായാൽ നമ്മുടെ കിഡ്നി അവിടെ നമ്മളെ സഹായിക്കും ബ്ലഡിന്റെ pH തിരിച്ച് നോർമലിലോട്ട് കൊണ്ടുവരാൻ. ബൈകാർബണേറ്റ് കൂട്ടിയോ ബൈകാർബണേറ്റ് കുറച്ചോ, അതായത് ആൽക്കലോസിസ് ആണോ അസിഡോസിസ് ആണോ ഉണ്ടായത് എന്നനുസരിച്ച് ബൈകാർബണേറ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടിയോ ബൈകാർബണേറ്റിന്റെ പ്രൊഡക്ഷൻ കുറച്ചോ കിഡ്നി നമ്മളെ സഹായിക്കും. സപ്പോസ് ഒരു കിഡ്നി ഡിസീസ് കാരണമാണ് നമ്മുടെ ബ്ലഡിലെ pH വേരിയേഷൻ വന്ന് ആൽക്കലോസിസോ അസിഡോസിസോ ഉണ്ടാകുന്നതെങ്കിൽ നേരെ തിരിച്ച് നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവും നമ്മുടെ കിഡ്നിയെ സഹായിക്കും. എങ്ങനെ സഹായിക്കും? PCO2 അല്ലെങ്കിൽ PaCO2 കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറച്ചോ കൂട്ടിയോ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ, ആൽക്കലോസിസ് ആണോ അസിഡോസിസ് ആണോ എന്നനുസരിച്ച് PCO2 കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് അവിടെ കോമ്പൻസേഷൻ നടക്കും. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത്, ഒരു ABG നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഏത് കണ്ടീഷനാണെന്ന് അറിയണം. അതിനോടൊപ്പം തന്നെ ഏത് കണ്ടീഷനാണെന്ന് അറിയുന്നതിനൊപ്പം തന്നെ അവിടെ കോമ്പൻസേഷൻ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിസ്റ്റം കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അത് പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ, അതോ ഫുള്ളി കോമ്പൻസേറ്റഡ് ആണോ, ഈ നമുക്ക് 4 കണ്ടീഷൻ നമുക്കവിടെ നോക്കണം. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? വളരെ ഈസി ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ഇവിടെ സിമ്പിൾ എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ 3 പോയിന്റുകൾ നിങ്ങൾ ഓർക്കുക. നമുക്ക് അറിയേണ്ടത് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളവിടെ ചോദിക്കാൻ പോകുന്നത്. ആ 2 ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമ്മൾ ഫുള്ളി കോമ്പൻസേറ്റഡ് ആണോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ, അൺകോമ്പൻസേറ്റഡ് ആണോ എന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈസ് ദ pH നോർമൽ? നമുക്കൊരു ABG തരുന്നു. നമ്മൾ ആദ്യം നോക്കേണ്ടത്, അതായത് കോമ്പൻസേഷനെ കുറിച്ച് നോക്കാൻ ഇത്രയാണ് നമ്മൾ നോക്കുക. ഈസ് ദ pH നോർമൽ? നോർമൽ pH ആണോ ഇല്ലയോ? യെസ് ഓർ നോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദെയർ ഒപ്പോസിംഗ് ഫാക്ടേഴ്സ്? അവിടെ രണ്ടിലും ഒപ്പോസിംഗ് ആയിട്ടുള്ള റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതും യെസ് ആണോ നോ ആണോ എന്ന് നോക്കുക. ഈ 2 ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾക്ക് യെസ് എന്നാണ് കിട്ടുന്നതെങ്കിൽ ആ ABG ഫുള്ളി കോമ്പൻസേറ്റഡ് ആണ്. അതായത് ഒരു അബ്നോർമാലിറ്റി, ഒരു ആസിഡ് ബേസ് ഇംബാലൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിസ്റ്റം കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫുള്ളി അത് കോമ്പൻസേറ്റ് ചെയ്ത് pH നോർമലാക്കി എന്നർത്ഥം. അവിടെ കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് ഫുള്ളി കോമ്പൻസേറ്റ് ചെയ്തില്ല. ദാറ്റ് മീൻസ് പാർഷ്യൽ കോമ്പൻസേറ്റഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു യെസ് മാത്രമേ, അതായത് രണ്ടാമത്തെ പോയിന്റ് മാത്രമേ നിങ്ങൾക്ക് അവിടെ എസ് എന്ന് കിട്ടത്തുള്ളൂ. ഒരു എസ് ആണെങ്കിൽ അതിനെ പാർഷ്യൽ കോമ്പൻസേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നോ എന്നാണ് കിട്ടിയതെങ്കിൽ ഇറ്റ് ഈസ് അൺകോമ്പൻസേറ്റഡ്. ദാറ്റ് മീൻസ് അവിടെ കോമ്പൻസേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ABG ആസിഡ് ബേസ് ഇംബാലൻസ് ഉണ്ട്, ബട്ട് ദർ ഇസ് നോ കോമ്പൻസേഷൻ സ്റ്റാർട്ടഡ് യെറ്റ്. ഇതുവരെ ഒരു കോമ്പൻസേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ 2 ചോദ്യങ്ങൾ നമ്മളിവിടെ നോക്കുന്നു, അതിനുള്ള ആൻസർ കണ്ടെത്തുന്നു. യെസ് ഓർ നോ എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 2ഉം എസ് ആണെങ്കിൽ ഫുള്ളി കോമ്പൻസേറ്റഡ്, 1 മാത്രമാണ് എസ് ആകുന്നതെങ്കിൽ പാർഷ്യൽ കോമ്പൻസേറ്റഡ്, 1ഉം എസ് ആകുന്നില്ല എങ്കിൽ അൺകോമ്പൻസേറ്റഡ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ ഈസി ആയിട്ട് ഏതൊരു ABG അനാലിസിസും ചെയ്യാം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിനും നിങ്ങളുടെ കരിയറിനും അതുപോലെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാംസിനും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ABG അനാലിസിസ്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കാം. നമുക്ക് എന്താ ഒരു 3 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ ഒന്ന് നോക്കൂ. ഇവിടെ ഇതാണ് ABGയുടെ വാല്യൂ. നമുക്ക് നോർമൽ വാല്യൂസ് അറിയാം. ഇതാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. pH എത്രയാണ്, PCO2 എത്രയാണ്, ബൈകാർബണേറ്റ് എത്രയാണെന്നുള്ളത്. ഇനി ഇവിടെ pHന്റെ വാല്യൂ നോക്കൂ. pHന്റെ വാല്യൂ 7.48 ആണ്.
അതായത് 7.45-നേക്കാൾ ഒരു സ്ലൈറ്റ് വേരിയേഷൻ അല്ലെ. നോർമൽ ആണോ ഇല്ലയോ? That is abnormal. It is not normal. That means no. Is the pH normal? No, it is not normal pH because slightly it is increased. 7.48 ആണ്. നെക്സ്റ്റ് രണ്ടാമത് PaCO2 55 mmHgയും ബൈകാർബണേറ്റ് 28 മില്ലി ഈക്വലന്റ് പെർ ലിറ്ററുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, PCO2 അവിടെ കൂടിയിട്ടുണ്ട്. കാരണം 55 ആണ്, നോർമലി 45 വരെ വരാറുള്ളൂ, അതിനേക്കാൾ കൂടിയിരിക്കുന്നു. മനസ്സിലായി? നെക്സ്റ്റ് രണ്ടാമത്, അപ്പൊ ഇവിടെ pH കൂടിയിട്ടുണ്ട്, ആൽക്കലോസിസ് ഉണ്ടെന്ന് മനസ്സിലായി, ഇപ്പോഴും pH വേരിയേഷൻ ഉണ്ടെന്ന് മനസ്സിലായി, PaCO2 അവിടെ കൂടി നിൽപ്പുണ്ടെന്ന് മനസ്സിലായി. ബൈകാർബണേറ്റ് നോക്കിയപ്പോൾ അതും അവിടെ കൂടിയിട്ടുണ്ട്. അതായത് ഇവിടെ ഉണ്ടായ കോമ്പൻസേഷന് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ വേരിയേഷന് വേണ്ടിയിട്ട് ഇവിടെ കോമ്പൻസേഷൻ സംഭവിച്ചിരിക്കുന്നു. ഒപ്പോസിങ് ഫാക്ടേഴ്സ് അവിടെ റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ആൽക്കലോസിസ് ഉണ്ടായി, അതിന് കാരണം ബൈകാർബണേറ്റ് കൂടിയതാണ്. അതിന് കോമ്പൻസേഷനായി റെസ്പിറേറ്ററി അസിഡിറ്റി അവിടെ കൂട്ടാൻ തുടങ്ങി. സോ കോമ്പൻസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഡിഡ്ന്റ് കം ടു നോർമൽ ലെവൽ. pH നോർമൽ ആയിട്ടില്ല. ഒരു നോയും ഒരു യെസ്സുമാണ് അവിടെ ഉള്ളത്. ഒരു യെസ് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? അവിടെ പാർഷ്യലി കോമ്പൻസേറ്റഡ് എന്ന് കൊടുക്കും. പാർഷ്യലി കോമ്പൻസേറ്റഡ് മെറ്റബോളിക് അസിഡോസിസ്. കാരണം ബൈകാർബണേറ്റ് കൂടി ആൽക്കലോസിസ് ഉണ്ടായി, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ PCO2 കൂടിയതാണ്. ഒരു നോ ഒരു യെസ്സുമാണ്. സോ ഇറ്റ് ഈസ് പാർഷ്യലി കോമ്പൻസേറ്റഡ് മെറ്റബോളിക് ആൽക്കലോസിസ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ രണ്ടാമത് pH 7.32 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് ദ pH നോർമൽ? നോ. നെക്സ്റ്റ് PaCO2 38 mmHg. ഇറ്റ് ഈസ് നോർമൽ വാല്യൂ. ബൈകാർബണേറ്റ് it is less than normal value. So only one factor is decreased. Another factor is still in the normal level only. So compensation not started. Both are no. No opposing reactions. Both are no. 0 yes means or both are no means it is uncompensated. So answer is uncompensated metabolic acidosis. എന്താണ് acidosis ഉണ്ടാകാൻ കാരണം? അവിടെ ബൈകാർബണേറ്റ് കുറവാണ്, pH കുറവാണ്, അങ്ങനെ അസിഡോസിസ് ഉണ്ടായി. ഇങ്ങനെ pH കുറയാൻ കാരണം ബൈകാർബണേറ്റ് കുറഞ്ഞു പോയതാണ്. PCO2-ൽ അവിടെ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല, അത് നോർമലാണ്. സോ ഇറ്റ് ഈസ് അൺകോമ്പൻസേറ്റഡ് മെറ്റബോളിക് ആസിഡോസിസ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലായില്ല. ഒരു 3 വാല്യൂ കൊണ്ട് തന്നെ നമുക്ക് കോമ്പൻസേറ്റഡ് ആണോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ, ഫുള്ളി കോമ്പൻസേറ്റഡ് ആണോ, അൺകോമ്പൻസേറ്റഡ് ആണോ, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലേ? നെക്സ്റ്റ് നോക്കൂ, pHന്റെ നോർമൽ വാല്യൂ 7.35 to 7.45 ആണ്. ഇവിടെ അബ്നോർമാലിറ്റി ഉണ്ടോ? 7.44 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് നോർമൽ. ദാറ്റ് മീൻസ് pH നോർമൽ ആണോ? യെസ്. 7.44 എന്ന് പറയുമ്പോൾ ജസ്റ്റ് തൊട്ടടുത്ത് നിൽക്കുകയാണ്, വലിയ വേരിയേഷൻ അവിടെ വരുന്നില്ല. 7.4544. സോ ഇറ്റ് ഈസ് നോർമൽ. യെസ്, അതായത് 7.35 to 7.45 ഇടയ്ക്കാണത്. സോ ഇറ്റ് ഈസ് നോർമൽ. ഇറ്റ് ഈസ് നോർമൽ pH. യെസ്. നെക്സ്റ്റ് നമുക്ക് PaCO2 നോക്കൂ. 32 എന്ന് പറയുമ്പോൾ PCO2ന്റെ നോർമൽ വാല്യൂവിനേക്കാൾ കുറവാണ്, കുറഞ്ഞിട്ടുണ്ട്. അതിൽ ബൈകാർബണേറ്റ് നോക്കൂ, അതും കുറഞ്ഞിട്ടുണ്ട്. ബോത്ത് ആർ ഒപ്പോസിങ് ഫാക്ടേഴ്സ്. ഇവിടെ നോക്കൂ, PCO2 കുറഞ്ഞതാണ് ഇവിടെ ആൽക്കലോസിസ് ഉണ്ടാകാൻ കാരണം. PCO2 കുറഞ്ഞ ആൽക്കലോസിസ് ഉണ്ടായി, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടായി, അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ബൈകാർബണേറ്റ് അവിടെ കുറഞ്ഞു, ഒപ്പോസിങ് റിയാക്ഷൻ അവിടെ നടന്നു. ബട്ട് the pH is normal now. Now it is fully compensated. Both are yes. So it is fully compensated. Fully compensated respiratory alkalosis. You understood? I think you all are clearly understood about the ABG analysis. സിമ്പിൾ, ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുവെങ്കിലും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ആദ്യം നിങ്ങൾക്ക് ഈ 3 വാല്യൂസ് പഠിക്കുക. നോർമലായിട്ട് PCO2 അസിഡിക് ആണെന്നും ബൈകാർബണേറ്റ് ആൽക്കലൈൻ ആണെന്നും മനസ്സിലാക്കി വെക്കുക. അസിഡിക് ആയിട്ടുള്ള വസ്തു കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാകും, അത് കുറഞ്ഞാൽ ആൽക്കലിനിറ്റി ഉണ്ടാകും. ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള വസ്തു കൂടിക്കഴിഞ്ഞാൽ ആൽക്കലിനിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ ആൽക്കലോസിസ് ഉണ്ടാകും, അത് കുറഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാകും. ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് അനാലിസിസ് ചെയ്യാൻ പറ്റും. pH നോക്കുന്നു, ആൽക്കലോസിസ് ആണോ റെസ്പിറേറ്ററി ആണോ എന്ന് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ്
PCO2 വാല്യൂയിൽ വ്യത്യാസം വന്നിട്ടാണ് ആൽക്കലോസിസോ അസിഡോസിസോ ഉണ്ടായതെങ്കിൽ അത് റെസ്പിറേറ്ററി ആൽക്കലോസിസോ റെസ്പിറേറ്ററി അസിഡോസിസോ ആയിരിക്കും. ഇനി pHന്റെ വേരിയേഷൻ ഉണ്ടാകാൻ കാരണം ബൈകാർബണേറ്റിന്റെ വ്യത്യാസമാണെങ്കിൽ മെറ്റബോളിക് അസിഡോസിസോ മെറ്റബോളിക് ആൽക്കലോസിസോ കൃത്യമായിട്ട് പറയാം. ഇനി തന്നിരിക്കുന്ന ABG മെറ്റബോളിക് ആൽക്കലോസിസ് ആയിക്കോട്ടെ, മെറ്റബോളിക് അസിഡോസിസ് ആയിക്കോട്ടെ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആയിക്കോട്ടെ, റെസ്പിറേറ്ററി അസിഡോസിസ് ആയിക്കോട്ടെ, അവിടെ കോമ്പൻസേഷൻ തുടങ്ങിയില്ലയോ, പാർഷ്യലി കോമ്പൻസേറ്റഡ് ആണോ, ഫുള്ളി കോമ്പൻസേറ്റഡ് ആണോ എന്നറിയാൻ നമ്മൾ 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ആ ABG നോക്കി എന്തൊക്കെ നോക്കണം നമ്മൾ? pH നോർമൽ ആണോ എന്ന് നോക്കണം, ഒപ്പോസിങ് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. pH നോർമലും ഒപ്പോസിങ് ഫാക്ടേഴ്സ് രണ്ടിനും ആൻസർ S ആണെങ്കിൽ ഫുള്ളി കോമ്പൻസേറ്റഡ്, ഒന്ന് മാത്രം S ആണെങ്കിൽ പാർഷ്യലി കോമ്പൻസേറ്റഡ്, ഒന്നും S ഇല്ല എങ്കിൽ അൺകോമ്പൻസേറ്റഡ് ഓർ നോട്ട് കോമ്പൻസേറ്റഡ് ടിൽ നൗ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതുപോലെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സസും നോട്ട്സും അതുപോലെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും MCQസിന് വേണ്ട മോക്ക് ടെസ്റ്റും ഫസ്റ്റ് ടു എൻഡ് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറൻസിന് വേണ്ടി നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകളിൽ, ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളിൽ ബേസ്ഡ് ഓൺ യുവർ സെമസ്റ്റർ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വളരെ ചെറിയൊരു ഫീസിൽ ഇത്രയും വലിയൊരു കണ്ടന്റാണ്. 150 മണിക്കൂറിലധികമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8891127927. ഇതാണ് നമ്മുടെ ഓഫീസ് നമ്പർ. ഇതിൽ വാട്സാപ്പ് ചെയ്യോ വിളിച്ചോ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം, ഡീറ്റെയിൽസ് എടുക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നല്ല മാർക്കോടുകൂടി സപ്ലൈ ഒന്നും വരാതെ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ അതിന് മേലെ നല്ല മാർക്കുകൾ വാങ്ങി തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സാകാനുള്ള അവസരം നിങ്ങൾ ഒട്ടും നഷ്ടപ്പെടുത്തരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് ഓഫീസ് നമ്പർ തന്നിട്ടുണ്ട്, ഇതിൽ കോൺടാക്ട് ചെയ്യുക, ക്ലിയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.